എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ ട്രിപ്പ് എങ്ങനെയുണ്ട്. അപ്പം ഞാനൊരു ഓൺലൈൻ ടാക്സിക്കാരനാണ്. അപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് കൊച്ചിയിൽ വന്ന് ഡ്രൈവ് ചെയ്യുന്നതിന് ഓടുന്നതിന് എത്ര രൂപയോളം നമുക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പ് ഞാൻ 4 കൊല്ലം മുമ്പ് വരുന്ന സമയത്ത് നല്ല ഓട്ടോ ആയിരുന്നു. പക്ഷെ ഇപ്പം ഓൺലൈൻ വളരെ ഷോക്കാണ്. ഒരുപാട് വണ്ടികൾ കൂടിയതുകൊണ്ട് ട്രിപ്പുകളുടെ അവസ്ഥ വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ഞാൻ താമസിക്കുന്ന എടപ്പള്ളിയിലാണ്, എടപ്പള്ളിയിൽ നിന്ന് ഫസ്റ്റ് ഒരു ട്രിപ്പ് എടുത്ത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയി. അപ്പോൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞ് തിരിച്ച് റിട്ടേൺ കിട്ടും എന്ന് വിചാരിച്ച് കടന്നതാണ്. ഇന്ന് ഞായറാഴ്ചയും കൂടെയാണ്. പക്ഷെ ഒരു 4-5 മണിക്കൂർ കടന്നിട്ടും ഒറ്റ ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഈ 660 രൂപയ്ക്ക് ഓടിയിട്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പൈസയാണ് കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തിരിച്ചടിച്ചാൽ മാത്രമേ ഇതിൽ ലാഭമുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരെ ഇങ്ങനെ ഓരോരോ സ്ഥലം കേന്ദ്രീകരിച്ച് പോകുമ്പോൾ ഈ പൈസ എണ്ണയടിക്കാൻ പോലും തികയാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. അതുകൊണ്ട് ഓൺലൈൻ മേഖലയിലേക്ക് ഒരുപാട് ട്രിപ്പ് ഉണ്ടെന്ന് നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളോട് തള്ളി മറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു ചാടി പുതിയൊരു വണ്ടി വാങ്ങി കൊച്ചിയിലേക്ക് വരാതിരിക്കുക. ഇവിടെ വന്ന് ആരുടെയെങ്കിലും വണ്ടി റെന്റ് എടുത്തതിന് ശേഷം നിങ്ങളെ കൊണ്ടാകുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ട്രിപ്പ് ഇതും ഓടിയ മെച്ചം ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കുക. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഫിനാൻസ് അടയ്ക്കാൻ പോലും നമുക്ക് പൈസ കിട്ടില്ല. അതുകൊണ്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ നമ്മൾ എടുക്കാതിരിക്കുക. നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടാണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ച് 4 വർഷം മുമ്പ് വന്നതുകൊണ്ട്, കുറച്ച് പേഴ്സണൽ കോണ്ടാക്ട് ഉള്ളതുകൊണ്ടും, അതിന് മുമ്പേ കൊച്ചിയിലുള്ള ആളുകളെ അറിയുന്നത് കൊണ്ടും, അവർ വഴിയും ട്രാവൽസ് വഴിയും കുറച്ച് ട്രിപ്പുകൾ കണക്ട് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വണ്ടി ആലുവ സിഗ്നലിൽ ബ്ലോക്കിൽ കിടക്കുകയാണ്. അതാണ് വണ്ടി റണ്ണിങ് അല്ലാത്ത. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഓരോ ദിവസവും ഞാനൊരു അപ്ഡേഷൻ തരാം. ഏതൊക്കെ ആപ്ലിക്കേഷനുകളാണ് ട്രിപ്പ് കൂടുതൽ കിട്ടുന്നത്, എന്താണ് ഒരു ദിവസം 24 hours ഓടിക്കഴിഞ്ഞാലുള്ള ബെനഫിറ്റ്, നമുക്ക് കൊച്ചിയിൽ നിന്നിട്ട് കാര്യമുണ്ടോ. അതായത് ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു വീട് എടുത്ത് നിൽക്കണമെങ്കിൽ പോലും 10-12,000 രൂപ റെന്റ് വേണം മിനിമം, ഏറ്റവും കുറഞ്ഞത്. വണ്ടിയൊക്കെ നമുക്ക് കാറുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഇടാൻ പറ്റുന്ന വീടുകൾ, പാർക്കിംഗ് സൗകര്യമുള്ള വീടുകളൊക്കെ കിട്ടണമെങ്കിൽ 12,000 to 20,000 വരെ നമ്മൾ റെന്റ് കൊടുക്കണം. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മെച്ചം വേണം. അല്ലാതെ കൊച്ചിയിലേക്കോ എങ്ങോട്ടോ ഇനി ഏത് കൺട്രീസിലാണെങ്കിലും നമുക്ക് മെച്ചമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ എടുത്ത് ചാടി നമ്മൾ പോരുത് ഒരിക്കലും. അല്ലെങ്കിൽ കുറച്ച് കോണ്ടാക്റ്റുകൾ നമുക്ക് വേണം. ആ കോണ്ടാക്റ്റുകൾ ഇല്ലെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് ആരെയും അറിയാതെ വരുന്ന വ്യക്തിയാണെങ്കിൽ ജീവിച്ചു പോകുന്നത് കുറച്ച് ദുസ്സഹമാണ്, നല്ല രീതിയിലുള്ള കഷ്ടപ്പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേജിലോ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജോ എന്തെങ്കിലും ഇട്ടാൽ മതി. പുതിയതായിട്ട് ഓൺലൈൻ മേഖലയിലേക്ക്, ഓൺലൈൻ ടാക്സി മേഖലയിലേക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളും, എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ആക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ എന്നൊക്കെ ചോദിച്ച് സംശയം ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓരോ ദിവസവും കാണാം.